ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. റൈറ്റ് ഡിവിഷനെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച സുവിശേഷത്തെക്കുറിച്ച്. ഒന്നാമത്തെ വിഷയം അപ്പോസ്തല പ്രവൃത്തി 28:31 പൗലോസും ദൈവരാജ്യം പ്രസംഗിച്ചു. പൗലോസും ദൈവരാജ്യം പ്രസംഗിച്ചു. പത്രോസും ദൈവരാജ്യം പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 28:31 വാക്യങ്ങൾ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 28 അധ്യായം 28 തൊട്ട് 31 ആ ഭാഗത്ത് നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഒരു ചുരുങ്ങിയ ഇടവേളയ്ക്ക് വേണ്ടി ജയിലിൽ നിന്ന് ഫ്രീ ആയി താൻ വാടകയ്ക്കെടുത്ത് വീട്ടിൽ പാർത്തുകൊണ്ട് 2 വർഷം അവിടെ പാർത്തുകൊണ്ട് എല്ലാവരോടും തന്നെ ശുശ്രൂഷിക്കാൻ വന്നവരെ എല്ലാവരോടും ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു വന്നു എന്നുള്ള ആ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 28 തൊട്ട് 31 വരെയുള്ള വാക്യം. പ്രീച്ചിങ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പൗലോസ് തൻ്റെ ശുശ്രൂഷ സമയത്തും ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 13 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. കിങ്ഡം ഓഫ് ഗോഡ് തന്നെയാണ് ദ മീനിങ് വരുന്ന വാക്കാണ് ദ കിങ്ഡം ഓഫ് ഹിസ് ഡിയർ സൺ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇന്ന് കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന രക്ഷയിലേക്ക് കടന്നു വരുന്ന ദൈവമക്കളെയും തൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു. അടുത്തൊരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ വിഷയം ഇതാണ്, പൗലോസും ദൈവരാജ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ രണ്ടുപേരും ഒരേ വിഷയമില്ലേ പ്രസംഗിച്ചത്? രണ്ടുപേരും ഒരേ സുവിശേഷമില്ലേ പ്രസംഗിച്ചത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യം എന്നുള്ള ആ പദം അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതൊരു ജനറൽ ടേമാണ്. അതൊരു വലിയൊരു വിശാലമായ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യം എന്നുള്ള ആ ഒരു പദം. ആദ്യം മുതലേ ദൈവത്തിന് 2 പദ്ധതികൾ ഉണ്ടായിരുന്നു. നോക്കണേ, ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്വർഗമണ്ഡലങ്ങളും അശുദ്ധമായിരിക്കുന്നു. ലൂസിഫർ ദൈവത്തിന് എതിരെ മത്സരിച്ചു. ആ അതിക്രമത്തിൻ്റെ വ്യാപാരം, അതായത് ഈ ലൂസിഫർ മറ്റുള്ള അധികാരത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്ന ദൂതന്മാരോട് പോയി അതേ അതിക്രമം എന്ത് ചെയ്തു? വ്യാപാരം ചെയ്യുകയുണ്ടായി. അത് നിമിത്തം സ്വർഗമണ്ഡലം അശുദ്ധമായിരിക്കുന്നു. 33 അല്ലെങ്കിൽ 1/3, 1/3 ദൂതന്മാർ വീണുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം സ്വർഗമണ്ഡലം വീണ്ടെടുക്കുന്ന ഒരു പദ്ധതി. 2, ലൂസിഫർ ആ പാപം ഒരു വഞ്ചനയുടെ പദ്ധതിയുമായി ആദാമിനെയും ഹവ്വയെയും വീഴ്ത്തുകയുണ്ടായി. അങ്ങനെ ഈ ലോകത്തിൻ്റെ മേൽ ഉള്ള ഡൊമീനിയൻ ഉള്ള ആ അധികാരവും സാത്താൻ വഞ്ചനയാൽ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്
എടുക്കുകയുണ്ടായി. അപ്പം ഈ ഭൂമണ്ഡലവും അശുദ്ധമായി. അപ്പം ഈ രണ്ട് മണ്ഡലങ്ങളെ നേടുവാൻ, തിരിച്ച് ശുദ്ധമാക്കി, തിരിച്ച് എല്ലാം കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലാക്കുവാൻ ഉള്ള ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികളായിരുന്നു. ദ കിങ്ഡം ഓഫ് ഹെവൻ ഓൺ എർത്ത്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുവാൻ. അതാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ. അതാണ് പ്രവചന പദ്ധതി. ആ പദ്ധതിക്ക് ദൈവം ഇസ്രായേലിനെ ഉപയോഗിച്ച് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും ഇസ്രായേൽ മുഖാന്തരം ഒരു അനുഗ്രഹമായി മാറുന്നത്, അതാണ് ആ പദ്ധതി. ആ ഒരു പദ്ധതിക്ക് പ്രവചന പദ്ധതി എന്ന് പറയും. അത് കർത്താവ് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ ലോക ആരംഭം മുതലേ പ്രസ്താവിച്ച് വന്നതാണ്. അപ്പോൾ തന്നെ സ്വർഗമണ്ഡലത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പദ്ധതി ക്രിസ്തുവിൽ ആദ്യം മുതലേ മറഞ്ഞിരുന്നതാണ്. അതിൻ്റെ പേരാണ് നിഗൂഢ പദ്ധതി, അല്ലെങ്കിൽ ദ മിസ്റ്ററി പ്രോഗ്രാം. ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന മർമ്മം. എന്തുകൊണ്ടാണ് മറഞ്ഞിരുന്നത്? ഈ ലോകത്തിൻ്റെ പ്രഭു അറിഞ്ഞായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുക ഇല്ലായിരുന്നു. അതാർക്കാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്? ആദ്യമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തത് പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് മറ്റ് ദൈവമക്കൾക്ക് ആ കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ആ പദ്ധതി പ്രകാരം സാത്താൻ അറിയാമായിരുന്നു ഈ പ്രവചന പദ്ധതി. അതായത് ദൈവം ഇസ്രായേലിൽ കൂടി ഈ ഭൂമണ്ഡലം നേടിയെടുക്കുമെന്ന് അറിയുമായിരുന്നു. പക്ഷേ സാത്താൻ അറിയാം ഒരു കാര്യം: 6 ദിവസത്തിൽ ദൈവം സകലതും സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം വിശ്രമിച്ചു. പിന്നെ പുതിയതായിട്ട് ഒന്നും ദൈവം സൃഷ്ടിക്കുന്നില്ല എന്ന് സാത്താൻ അറിയാമായിരുന്നു. അപ്പം സാത്താൻ്റെ മൈൻഡിലുള്ളൊരു കാര്യം, ഭൂമണ്ഡലം അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായാലും സ്വർഗമണ്ഡലങ്ങൾ മുഴുവനും അവൻ്റെ കയ്യിൽ തന്നെ ആണല്ലോ. കാരണം അവരെ നീക്കം ചെയ്യുവാൻ, അവർക്ക് പകരമായി മറ്റൊന്നും ദൈവം സൃഷ്ടിക്കുന്നില്ല എന്നുള്ള കാര്യം അവന് നന്നായി അറിയാം. പക്ഷെ ദൈവം മറച്ചിരുന്ന ഒരു മർമ്മമാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അത് ജാതിന്നോ യഹൂദനോ ഭേദമന്യേ ഉള്ളൊരു കൂട്ടായ്മ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ വലിയൊരു യുദ്ധം നടക്കുകയും അവിടുന്ന് വീണുപോയ ദൂതന്മാരെ വെട്ടി താഴെയിടുകയും ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ അംഗങ്ങൾ, അവർക്ക് പ്രതിഫലം ലഭിക്കുന്നു, അവർ അവരുടെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഭൂമണ്ഡലത്തെയും സ്വർഗമണ്ഡലത്തെയും ശുദ്ധീകരണത്തിൻ്റെ ഒരു പദ്ധതിയാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ഹെവൻ ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. അപ്പോൾ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് ഇതിൻ്റെ അടിസ്ഥാനം. കർത്താവായ യേശു ക്രിസ്തു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രവചന പരിപാടി, രാജ്യത്തിൻ്റെ സുവിശേഷം, ഭൂമിയുടെ വീണ്ടെടുപ്പിനായി ഉള്ള പദ്ധതി കർത്താവായ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ തന്നെ 12 അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്ത ഉപദേശത്താൽ പണിയപ്പെടുന്നു. ലൂക്കോസ് 1:69, അപ്പോസ്തല പ്രവൃത്തി 3:21, ഈ 2 ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ആദ്യം മുതലേ ദൈവം പ്രസ്താവിച്ചു വന്ന്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസ് 1:69, ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ. അപ്പോസ്തല പ്രവൃത്തി 3:21, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പൊ അതേസമയം അതേ അടിസ്ഥാനം, ക്രിസ്തു എന്ന അടിസ്ഥാനം, കർത്താവായ യേശു ക്രിസ്തു പൗലോസിനെ വേർതിരിച്ച് സ്വർഗലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി കൃപയുടെ സുവിശേഷം നൽകി മിസ്റ്ററി പ്രോഗ്രാം, നിഗൂഢമായിരുന്നതിനെ വെളിപ്പെടുത്തി കൊടുത്ത മറ്റൊരു പദ്ധതി. ആ പദ്ധതി ക്രിസ്തുവിൽ മറഞ്ഞിരുന്നത്. നമുക്ക് 3 വാക്യം വായിക്കാം. എഫേസ്യർ 3:5.
കൊലോസ്യർ 1:26, റോമർ 16:24. പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. കൊലോസ്യർ 1:26. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. റോമൻസ് 16:24. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് വ്യത്യസ്ത പദ്ധതി, ഒരേ അടിസ്ഥാനം, ക്രിസ്തു. നമ്മൾ പൗലോസിനെ ഉയർത്തുകയല്ല, നമ്മൾ പൗലോസിനെ ആരാധിക്കുകയല്ല. പൗലോസ് അല്ല കൃപയുടെ സുവിശേഷത്തിൻ്റെ ഉറവിടം, ക്രിസ്തു തന്നെയാണ് ഉറവിടം. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ നോഹയിൽ കൂടി ആ കാലത്തേക്കുള്ള രക്ഷയുടെ മാർഗം അരുളി ചെയ്തോ, എങ്ങനെ മോശയിൽ കൂടി ഒരു സമയത്തേക്കുള്ള വീണ്ടെടുപ്പിൻ്റെ പദ്ധതി അരുളി ചെയ്തോ, അതുപോലെ തന്നെ 12 അപ്പോസ്തലന്മാരിൽ കൂടി അരുളി ചെയ്തു. അതേ കർത്താവ് പൗലോസിൽ കൂടി ജാതികളുടെ വീണ്ടെടുപ്പ്, പ്രവൃത്തി കൂടാതുള്ള വീണ്ടെടുപ്പിൻ്റെ പദ്ധതി അരുളി ചെയ്യുന്നു. സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണമാണ് ദ മിസ്റ്ററി പ്രോഗ്രാം. ഭൂമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണമാണ് പ്രവചന പദ്ധതി. ഈ പ്രവചന പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിലാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 43 തൊട്ട് 45 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നെബൂഖദ്നേസറിൻ്റെ ദർശനം അത് ദാനിയേൽ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ, മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവും ആകുന്നു. അപ്പോൾ ഈ ദൈവരാജ്യം ഭൂമിയിൽ ഉള്ളൊരു ദൈവരാജ്യത്തിൻ, ആ രാജ്യം പ്രവചന പദ്ധതിയുടെ ഒരു പദ്ധതിയാണ്, ഒരു ഭാഗമാണ്. ഇതേ കാര്യം സങ്കീർത്തനം 37:29 പറയുക, നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. അതേ കാര്യം യെശയ്യാ 57:13, 60:21, സങ്കീർത്തനം 25:13, വെളിപ്പാട് പുസ്തകം 21:7 ഇതേ ആശയം വീണ്ടും പറയപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവും പറഞ്ഞു, സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മത്തായി 6:10. ഇതേ കാര്യം മത്തായി 25:31 കോലാടിൻ്റെയും ചെമ്മരിയാടിൻ്റെയും ന്യായവിധി സമയത്ത്, അത് കർത്താവിൻ്റെ 2-ാം വരവെങ്കിൽ നടക്കുന്നതാണ്. ഒലിവ് മലയിൽ വരുന്ന 2-ാം വരവിനോട് ചേർന്ന് നടക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ചതും ഇസ്രായേൽ മക്കൾക്ക് സഹായം ചെയ്ത് കരുണ കാണിച്ച 2 കൂട്ടം ആൾക്കാർ കർത്താവിൻ്റെ മുൻപിൽ, സിംഹാസനത്തിന് മുൻപിൽ ഈ ഭൂമിയിൽ നിൽക്കുകയാണ്. കർത്താവ് 2 കൂട്ടരും അന്യജാതികളാണ്, ഓർക്കണം. വലതുഭാഗത്തുള്ളവരോട് പറയുന്ന ആ കാര്യം 33-ഉം 34-ഉം നമുക്കൊന്ന് വായിക്കാം. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. കണ്ടോ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശപ്പെടുത്തുകൊള്ളു. ആ രാജ്യം എവിടെ? ഈ ഭൂമിയിലാണ്.
സക്രിയ പ്രവചനം 14 അധ്യായം 16 തൊട്ട് 21 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഇത് ഈ 1000 ആണ്ട് വാഴ്ചയാണ്. അപ്പോൾ ജാതികൾ, ശേഷിക്കുന്ന ജാതികൾ എന്ത് ചെയ്യും? അവരും ഈ 1000 ആണ്ടിലേക്ക് കടക്കും. അവരെ ആണ്ടുതോറും യെരൂശലേമിൽ ദൈവത്തെ ആരാധിക്കാൻ, നമസ്കരിക്കാൻ ആണ്ടുതോറും വരും. വന്നില്ലെങ്കിൽ അവർക്ക് ആ വർഷം മഴ കിട്ടുകയില്ല. അപ്പം ആ രാജ്യം എവിടെയാണ്? ഭൂമിയിലാണ്. മത്തായി 19 അധ്യായം 28 തൊട്ട് 29 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. അപ്പോൾ ഈ രാജ്യം എവിടെയാണ്? ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. 12 അപ്പോസ്തലന്മാരും എവിടെ ഉണ്ട്? ഈ ഭൂമിയിലാണ്. അല്ലേ? ഒരു ഒരു പാട്ട് ഉണ്ടായിരുന്നു, സ്വർഗത്തിൽ ഞാൻ പോകുമ്പോൾ അവിടെ മോശ ഉണ്ടാകും, അവിടെ ഏലിയാവ് ഉണ്ടാകും, അവിടെ ഏലിശ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ആ ഹെവൻലി നമ്മൾ പോകുന്ന ആ സ്വർഗത്തിൽ അവരെല്ലാവരും ഈ ഭൂമിയിലാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ്, ദ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. നോക്കണേ, ഈ മേലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ യെരൂശലേമിൻ്റെ 12 അടിസ്ഥാന കല്ലുകളുണ്ട്. അതിൽ ഓരോ കല്ലിലും ഓരോ അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ പേരുകളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ആ രാജ്യം ഈ ഭൂമിയിലാണ്. എന്നാൽ നമ്മുടെ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. പൗലോസ് അപ്പോസ്തലൻ കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു. ആ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം 28 തൊട്ട് 31 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. 2 തിമോത്തിയോസ് 4:16 തൊട്ട് 18 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവനെ എന്നേക്കും മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദൈവരാജ്യം എന്ന് ഉപയോഗിച്ചത് ഏത് രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്? സ്വർഗത്തിൽ ദൈവം സ്ഥാപിക്കുന്ന സ്വർഗീയ ദൈവരാജ്യം, ദ ഹെവൻലി കിങ്ഡം ആണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. നമുക്ക് ചില വാക്യങ്ങൾ നോക്കണേ, ആ കാര്യം ഓർത്തിരിക്കണേ. സ്വർഗത്തിലും ദൈവരാജ്യമുണ്ട്, സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണത്തിന്. വെളിപ്പാട് പുസ്തകം 12 അധ്യായം ആ ഭാഗം വായിക്കുമ്പോൾ താഴോട്ട് നമ്മൾ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ വാക്യമുണ്ട്, സ്വർഗനിവാസികൾ നിങ്ങൾക്ക് ആനന്ദവും സന്തോഷവും. അവർ ആനന്ദിക്കുകയാണ്, അവർ സന്തോഷിക്കുക. കാരണം ദൈവരാജ്യം അവിടെ സ്ഥാപിക്കപ്പെട്ടു, സ്വർഗത്തിൽ. എന്നാൽ അതേ സമയം ഭൂനിവാസികൾക്ക് അയ്യോ കഷ്ടം. കാരണം എന്തുവാ? സാത്താൻ വലിയ ക്രോധത്തോടുകൂടി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ദൈവരാജ്യം എന്ന് ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതാ? ദ ഹെവൻലി കിങ്ഡം, സ്വർഗത്തിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ രാജ്യമാണ്. അപ്പോൾ ഈ വാക്യം ഓർത്തിരിക്കണം. 2 തിമോത്തി chapter 4:16-18. പൗലോസ് അപ്പോസ്തലൻ
മറ്റ് പലയിടങ്ങളിൽ ദൈവരാജ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും ഇത് സ്വർഗീയ സ്ഥലങ്ങളിലെ ആത്മീകമായ രാജ്യത്തെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സാണ്. നമുക്ക് നോക്കാം, റോമർക്കെഴുതിയ ലേഖനം 14:17, 1 കൊരിന്ത്യർ 15-50 വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. 1 കൊരിന്ത്യർ 15:50-53 വരെ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തുവാണ്? പൗലോസ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതെങ്ങനത്തെ ദൈവരാജ്യമാണ്? ആത്മീകമായ ഒരു ദൈവരാജ്യം, സ്വർഗസ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്ന, ഈ ഭൂമിയിലല്ല. കാരണം ഈ ഭൂമിയിൽ എന്തുണ്ട്? ഭക്ഷണവും പാനീയവും ഉണ്ട്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു കടൽ തീരത്ത് നിന്ന് മീൻ ചുട്ട് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, കഴിപ്പാൻ വല്ലതുമുണ്ടോ? അപ്പോഴേ കർത്താവ് ഓൾറെഡി കനലിന്മേൽ മീൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആ മീൻ കഴിക്കുകയുണ്ടായി, ഇല്ലേ? അതേ കാര്യം നമുക്ക് 1 കൊരിന്ത്യർ 15:50 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് എടുത്തു പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. ഇറ്റ്സ് എ മിസ്റ്ററി. ഈ റാപ്ചർ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം ഒരു മർമ്മത്തിൻ്റെ ഭാഗമായിരുന്നു, പ്രവചന പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ കറപ്റ്റബിൾ ആയ ഈ ശരീരം ഇൻകറപ്റ്റ് ആയ ഒരു ശരീരത്തെ ധരിക്കുന്ന കാര്യം. അപ്പം അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കർത്താവിൻ്റെ അന്ത്യകാലത്തിൽ നമ്മൾക്ക് രൂപാന്തരപ്പെടും. ഈ ദിവസത്തിനാണ് പറയുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാൾ. അന്നു വരെയാണ് എഫേസ്യർക്ക് ലേഖനം പറയുന്നത് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിരിക്കുന്നത്. നമുക്ക് 2 കൊരിന്ത്യർ 5:1-5 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അത്: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഈ ശരീരത്തിൽ നമുക്കിന്ന് കഷ്ടതയും പ്രയാസവും നിന്ദയും രോഗമൊക്കെ ഉണ്ട്. നമുക്ക് ഞരക്കമുണ്ട് ഈ ശരീരത്തിൽ. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ആത്മീകമായ ഒരു ഭവനം സ്വർഗസ്ഥലങ്ങളിൽ എന്നേക്കും, അതാണ് പറഞ്ഞത്, എറ്റേണൽ ഇൻ ഹെവൻസ് എന്നാണ്. കൈകളാൽ പണിയപ്പെടാത്ത സ്വർഗീയ സ്ഥലങ്ങളിൽ എറ്റേണൽ ഇൻ ഹെവൻസ് ആണ് നമ്മുടെ ഭവനം. അത് തന്നെയാണ് 1 തെസ്സലോനിയർ 4:16 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന 17-ാമത്തെ വാക്യം പറയുന്നത് എന്തുവാ? അങ്ങനെ നാം ദൈവത്തോടു കൂടെ, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. എവിടെ? സ്വർഗസ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയല്ലോ. എന്താണ്? പൗലോസും പത്രോസും ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കുമ്പോൾ പത്രോസ് പ്രസംഗിക്കുന്നത് ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് അവരോട് പറഞ്ഞ കാര്യം എന്തുവാ? ഈ ഭൂമിയിൽ അവർ 12 സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന കാര്യം. അതേസമയം പൗലോസ് ദൈവത്തിൻ്റെ രാജ്യം എന്ന പദം എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? സ്വർഗീയമായ സ്ഥലത്ത് സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യം.